നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇന്ന ടയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാബിനിൽ സൗണ്ട് കുറവായിരിക്കും, റോഡ് നോയ്സ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് വെച്ചാൽ അവരുടെ മെറ്റീരിയൽ റബ്ബർ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഗ്രൂസ് അവർ ഡിസൈൻ ചെയ്തേക്കണ ഗ്രൂസ് അതിലെ കൂടെ എയർ പാസിങ് വരുമ്പോഴുള്ള സൗണ്ട് കുറവായിരിക്കും. അത് അപ്പം മറ്റ് ടയറുകൾ ഇട്ട് ഓടുമ്പോൾ ചിലപ്പോൾ നോയ്സ് ഉണ്ടാവും ചില വണ്ടികൾക്ക്. അപ്പോൾ ഇവരുടെ ബ്രാൻഡിന് നോയ്സ് ഇല്ല എന്നും പറഞ്ഞാൽ അങ്ങനെ ഇറക്കും. അതുകൂടാതെ തന്നെ നമുക്ക് അൺഈവനായിട്ട് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടയറിൻ്റെ സൈഡ് അൺഈവനായിട്ട് പിടിക്കും. അൺഈവനായിട്ട് അലൈൻമെൻ്റ് അല്ല ഉദ്ദേശിച്ചത്, അലൈൻമെൻറ്റ് ഔട്ടായി കഴിഞ്ഞാൽ ടയറിൻ്റെ സൈഡ് അൺഈവനായിട്ട് പിടിക്കും. അപ്പം നല്ല ഹൈവേയിലേക്ക് പോകുമ്പോൾ ആ സൈഡിൽ നമുക്ക് ബമ്പിങ് വരുമ്പോഴേക്കും നമുക്ക് നോയ്സ് കിട്ടും വണ്ടിയിലേക്ക്. ചിലപ്പോൾ ടയർ നല്ല ബ്രാൻഡായിട്ട് ഇടാം, കസ്റ്റമർ കറക്റ്റ് പീരീഡിൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ചില ബ്രാൻഡുകൾ ചില വണ്ടികൾക്ക് ഇടുമ്പോൾ നോയ്സ് ഉണ്ട്, ചില പാറ്റേൺസ് ഇടുമ്പോൾ നോയ്സ് ഉണ്ട്. അത് അവരുടെ പാറ്റേൺസിൻ്റെ ഡിഫറൻസാണ്. ചിലപ്പോൾ ഒരു സൈസ് തന്നെ പല വണ്ടിക്ക് വരുന്നുണ്ട്. ഇന്ന വണ്ടിക്ക് അന്ന സൈസ് തന്നെ ഇട്ട് കൊടുക്കണം. 2 ടൈപ്പ് ത്രെഡ് വരുന്നുണ്ടാവും, സോഫ്റ്റും ഹാർഡും ഉണ്ടാവും. ഹാർഡിൻ്റെ അടുത്ത് സോഫ്റ്റ് ഇടും, സോഫ്റ്റ് ഇടുന്നത് ഹാർഡും മാറി മാറി ഇട്ട് കഴിഞ്ഞാലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതാണ് അതിൻ്റെ ആക്ച്വലിയുള്ള കാര്യം.